ഹലോ. ആ എടി, അത് കുറച്ച് പൈസയുടെ കാര്യമല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ടിങ്ങ് വാ, ഞാൻ തരാം. വരുമ്പോഴേ ഈ അയൽക്കാരൊന്നും കാണരുത് കേട്ടോ. ആരെങ്കിലും കണ്ട നാണക്കേടാ. പിന്നെ നീ വരുമ്പോഴേ അവനില്ലാത്ത സമയം നോക്കി വരണം. അവനില്ലാത്തപ്പോഴേ ഞാനങ്ങോട്ട് വിളിക്കാം, അന്നേരം വന്നാൽ മതി. വെച്ചു വെച്ചു വെച്ചു, അവൻ വരുന്നുണ്ട്, വെച്ചു. കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഈ കൊഞ്ചലും കുഴലൊക്കെ. മറുഭാഗത്ത് പെണ്ണായിക്കറിയാം. നാണമില്ലേ? അമ്മ മരിച്ചിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. ഇന്നാ നീ ചോദിച്ച പൈസ ഉണ്ട്, എളുപ്പം പൊക്കൂ. അയലക്കാരും കാണരുത്. പൊക്കു പൊക്കു, പോ 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 പോ. വന്ന് കണ്ടവളന്മാരൊക്കെ വീട്ടിൽ വിളിച്ച് വരെ തുടങ്ങി. നിങ്ങളുടെ ഒളിച്ചും പാത്തുള്ള ഫോൺ ചെയ്ത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് ഇവിടെ വരെ വരുത്തോളം എന്നുള്ളത്. അച്ഛനായിപ്പോയി. അല്ലാതെ തന്നെ ഞാൻ ഒരു നിമിഷം നിൽക്കുന്നില്ല. ഞാൻ നിന്നാൽ ചിലപ്പോൾ തന്നെ കൊല്ലേണ്ടി വരും. താനും ഇവിടെ ആലോചിച്ച് മരിക്കണം. നീ കാണിച്ച ഒട്ടും ശരിയായില്ല മോനെ. നീ എന്തറിഞ്ഞിട്ടാ ഇതൊക്കെ? നിന്റെ അമ്മ മരിച്ചിട്ട് 3 മാസമല്ലേ ആയുള്ളൂടാ. നിന്റെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ അവിടെ താമസിക്കുന്നത്. നീ കാണിച്ച ഒട്ടും ശരിയല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഞാൻ എന്താ വേണം? ആ പെണ്ണുടിനോട് താമസിക്കണം. നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം വീട്ടിൽ വിളിച്ച് കയറ്റുക, അതും കാശ് കൊടുത്ത്. അനാവശ്യം പറയരുത്. ചപ്പക്കുറ്റി അടിച്ചാൻ പറിക്കും. നീ എന്താ പറഞ്ഞിട്ട് അവനെ പറ്റി പറയുന്നത്? അവനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം, പക്ഷെ നിനക്കറിയത്തില്ല. എന്റെ നിഴലാവൻ, നീ അത് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ പറയും കൂട്ടുകാരനോട്, ഈ കാണിക്കുന്ന പേക്കൂത്തും ഈ കോപ്രായൊക്കെ ശരിയാണോ? ചോദിച്ചു നോക്ക്. എന്ത് കോപ്രായം എന്നാ മോനെ നീ പറയുന്നത്? നീ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യം ഇതിനകത്തുണ്ട്. നിനക്കറിയാവോ അവൻ നിന്നെ എന്തും വേണ്ടി സ്നേഹിക്കുന്നുണ്ടെന്ന്? നിന്നോട് പറയരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും അവന്റെ നെഞ്ചിൽ കിടന്ന് കത്തുക. എന്ത് കാര്യം? അച്ഛൻ അങ്ങനെ പുണ്യാളനൊക്കെ നോക്കുവാണോ? ഞാൻ നിന്റെ അച്ഛനെ നല്ലതായിട്ട് ചിത്രീകരിച്ചൊന്നും അല്ല മോനെ. നീ പറഞ്ഞില്ലേ നിന്റെ അച്ഛൻ്റെ പൈസ മേടിച്ചോണ്ട് പോയൊരു സ്ത്രീ. ആ സ്ത്രീയെ നീ വേശ്യയായിട്ട് ചിത്രീകരിച്ചില്ലടാ. എടാ, നീ ഒന്നും മനസ്സിലാക്കുക. ആ സ്ത്രീ ആടാ നിന്റെ അമ്മ. അവരെന്റെ അമ്മയോ? നീ ആ കൃഷ്ണന്റെ ഭാര്യയല്ലേ? ഈ കൊച്ചിനോട് പോടി. നിന്റെ ഒരു കോലം കിട്ടണല്ലോ. ഡേ അവിടെ തന്നെ. ഡേ, നീ എന്റെ കൊല്ലം ചാടാൻ പോവാന്നു? അതേട്ടാ, ഞാൻ ചാടാൻ വേണ്ടി തന്നെ വന്നയാ. ചേട്ടനറിയാലോ അങ്ങേരുടെ കാര്യമൊക്കെ. എന്നെയും കുഞ്ഞിനെ നോക്കത്ത് പോലും ഇല്ല. കഞ്ചാവ് അടിച്ചും വെള്ളം അടിച്ചും അങ്ങനെ നശിച്ചു. ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യാനാ? ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു വന്നതാ. എടി കൊച്ചേ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി. ഇതുവരെ ഞങ്ങൾക്കൊരു മക്കളുണ്ടായിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യും, ഇവനെ ഞങ്ങൾക്കിതാ. ഞങ്ങൾ ഇവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. പക്ഷേ ഒരു കണ്ടീഷൻ, ഇവൻ വലുതാവുമ്പോഴേ ഇവൻ ആരുടെ മകനാണെന്ന് അറിയരുത്. പിന്നെ നിനക്ക് എന്തെങ്കിലും ചില്ലറയും തരാം, ആരോടെങ്കിലും പറഞ്ഞ് നിനക്കൊരു ജോലി ശരിയാക്കി തരാം. നീ ഒരു കാര്യം ചെയ്യും, ഇവനെ കിട്ടാം, ഞാൻ കൊണ്ടുപോയി വളർത്താം. നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ നിന്റെ അച്ഛനും മക്കളൊന്നും ഇല്ലായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് മെഡിസിനെ കഴിച്ചതാ. എങ്കിലും 45 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് നിന്നെ കിട്ടിയത്. നിന്നെ അദ്ദേഹത്തിന് ഭയങ്കര ജീവനായിരുന്നു. നിന്നെ പറ്റി പറയാത്ത ദിവസങ്ങളില്ല എന്നോട്. ആ അച്ഛനെ അല്ലടാ നീ വിഷമിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അച്ഛാ, എന്നോട് ക്ഷമിക്കാ. ചായം പറഞ്ഞപ്പോ ഞാൻ കാര്യങ്ങളിലായിരുന്നു. മോനോടുള്ള ഇഷ്ടം കൂടുതലുണ്ട്. അച്ഛനും അമ്മയും മോനോട് ഒന്നും പറയായിരുന്നു.
ഒരുപക്ഷെ മോനിത് അറിഞ്ഞാൽ മോൻ ഞങ്ങളെ വിട്ടു പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. മോൻ ഞങ്ങളെ വിട്ടുപോയാൽ ഞങ്ങൾക്ക് താക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് മോനോട് ഒന്നും പറയാറുണ്ട്. സാരമില്ല, ഇപ്പം മോനെല്ലാം അറിഞ്ഞല്ലോ. സാരമില്ല.